കേരളത്തിലെ വിദ്യാഭ്യാസം കൂടിയെങ്കിലും അമ്മമാർക്ക് വിവേകം ഉദിച്ചിട്ടില്ല. അവർ അവരുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് സ്വന്തം മക്കളെ തന്നെ വഴിതെറ്റിക്കുന്ന തരത്തിൽ അവരോടുള്ള ഇടപെടലുകളിലെല്ലാം തന്നെ അവരാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വരുത്തുന്ന തരത്തിലും, അതുപോലെ അവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്ലേച്ഛൻ, അതല്ലെങ്കിൽ വളരെ മോശപ്പെട്ടവനാണ്, അയാൾ ഈ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി, അതായത് ആ അമ്മയാണ് എല്ലാം നടത്തിച്ചത് എന്നൊക്കെ ഒരു വല്ലാത്ത ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസംതൃപ്തമായിട്ടുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്ന തരത്തിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു സ്റ്റാൻഡ് എപ്പോഴും നല്ല അമ്മമാരുണ്ടായാലേ നല്ല മക്കളുണ്ടാവുള്ളൂ. അങ്ങനെ നല്ല മക്കളുണ്ടായെങ്കിൽ നമുക്ക് നല്ല പൗരന്മാരും അതിൽ നിന്ന് പൗരോത്തമന്മാരും ഉത്തമരായിട്ടുള്ള പൗരന്മാരുണ്ടാവുള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് ഒരുപാട് നല്ല അമ്മമാർ നമ്മുടെ പിന്നെ ഇതിഹാസങ്ങളിലുണ്ട്, ചരിത്രങ്ങളിലുമുണ്ട്. ഇപ്പോൾ ശിവജിയുടെ അമ്മ ആണ് ശിവജി ഛത്രപതി ശിവജി എന്നുള്ള ആളിൻ്റെ ആ ഒരു ബാക്ക് ബോൺ. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു കഥ കേട്ടത്, ലെഫ്റ്റനൻറ്റ് കേണൽ ഇപ്പോൾ വയനാട്ടിലെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഹെഡ് ഓഫ് ദി ഓപ്പറേഷൻ നടത്തിക്കൊണ്ടുപോയത് ഒരു ലെഫ്റ്റനൻറ്റ് കേണലാണ്. അദ്ദേഹത്തിന് ഫേസിലൊക്കെ വളരെ വലിയ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മാസ്ക് ഇട്ടിട്ടാണ് അവിടെ പ്രവർത്തനം നയിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ അങ്ങനെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഋഷി രാജലക്ഷ്മി എന്നാണ്. അതായത് ഋഷി രാജലക്ഷ്മി എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു എന്താ അത് രാജലക്ഷ്മി? അപ്പം അമ്മയുടെ പേരാണെന്നത്. അപ്പോൾ അതിൽ ആ മനുഷ്യൻ ഒരു നല്ല വ്യക്തിയായിട്ട് മാറാൻ ആ രാജലക്ഷ്മി എന്ന് പറയുന്ന അമ്മ അവർക്ക് ഒരു പ്രചോദനമായി എന്ന് പറഞ്ഞതുപോലെ, നമുക്ക് ഇപ്പം ഛത്രപതി ശിവജിയുടെ അമ്മ, അതുപോലെ ലെഫ്റ്റനൻറ്റ് കേണൽ ഋഷിയുടെ അമ്മ രാജലക്ഷ്മി മാഡം, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അമ്മമാർ, അതിന്നിപ്പോൾ ഞാൻ പറയുമ്പോൾ ഇസ്രായേൽ നമ്മുടെ ഒരു പാറ്റേൺ, അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ പറയുകയാണെങ്കിൽ അഭിമന്യു എന്ന് പറഞ്ഞ വ്യക്തിയെ പത്മവ്യൂഹം ഭേദിപ്പിക്കാൻ പഠിപ്പിച്ചത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ അമ്മാവൻ തന്നെയാണ്. അപ്പം ഗർഭിണിയായിരുന്ന അഭിമന്യുവിനെ, അല്ലെങ്കിൽ അഭിമന്യുവിൻ്റെ അമ്മേനെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വയറ്റിനകത്തുനിന്ന് മൂളൽ കേട്ടു എന്നാണ്. അങ്ങനെ മൂളൽ കേട്ട് പത്മവ്യൂഹം ഭേദിക്കുന്നത് കഴിഞ്ഞപ്പോഴേക്കും സുഭദ്ര ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ മൂളൽ അകത്തുനിന്ന് വരുന്നുണ്ട്. ബാക്കി കേൾക്കട്ടെ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ആ കുഞ്ഞിന് കിട്ടേണ്ട അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന അറിവ് പോലെ തന്നെ പുറത്തുനിന്ന് കിട്ടുന്നത്, ആ അമ്മ എവിടെയൊക്കെ പോകണം, നല്ല നല്ല പാട്ട് കച്ചേരി, നല്ല സദ്യ, എല്ലാം നല്ലത്. അല്ലാണ്ട് ആ ഗർഭിണിയായ ആ ഒരു സ്ത്രീയെ അപകടകരമായിട്ടുള്ള അപകടങ്ങൾ, അല്ലെങ്കിൽ ഇനിയും എന്തിനു പറയുന്നു, ദുഃഖം ഉണ്ടാക്കുന്ന ഒന്നും കാണാൻ അനുവദിക്കരുത്. ആ ഒരു 9 മാസം ഒരു വ്രതം പോലെ, അതുപോലെ തന്നെ അത് കഴിഞ്ഞാലും, അതായത് പ്രീ മെരിറ്റൽ എന്ന് പറയുന്ന പോലെ തന്നെ പോസ്റ്റ് മെരിറ്റൽ മാനേജ്മെൻറ്റ് ക്ലാസ്സസ് എല്ലാ പെൺകുട്ടികൾക്കും കൊടുക്കണം. കാരണം അമ്മ എന്ന് പറയുന്നത് വിളക്കാണ്. ഷീസ് എ ഹോം മേക്കർ. ഷീസ് നോട്ട് ഓൺലി അവർ ഹോം മേക്കർ മാത്രമല്ല, ഒരു നല്ല മാനേജറായിരിക്കണം. ആ നല്ല മാനേജറാണെങ്കിൽ അവിടുത്തെ പിള്ളേർ ആരും തന്നെ മയക്കുമരുന്നിനും പോകത്തില്ല, കഞ്ചാവിനും പോകത്തില്ല, അനാശാസ്യത്തിനും പോകത്തില്ല, ഒന്നിനും പോകത്തില്ല. വളരെ അച്ചടക്കത്തോടുകൂടി ഇസ്രായേലിൽ ചെയ്യുന്നതും അതാണ്. ഇന്നിപ്പോൾ ഇസ്രായേലിന് അവിടുത്തെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും പടച്ചട്ടയിട്ടിട്ട് മുമ്പോട്ട് വരികയാണ്. ഒരാളും മാറി നിൽക്കത്തില്ല. അവരുടെ രാജ്യം ഒരു ദുരന്തം ഫേസ് ചെയ്യണം എന്ന് വരികയാണെങ്കിൽ അവരൊറ്റക്കെട്ടാണ്. അപ്പോൾ അതുപോലെ ഭാരതത്തിൽ ആ ഒരു കാഴ്ചപ്പാട് വളർത്തിയെടുക്കാൻ വേണ്ടി എല്ലാ പുരോഗമന ചിന്താഗതിക്കാരും, അങ്ങനെ തന്നെ ഞാൻ പറയാം, പുരോഗമന ചിന്താഗതിക്കാരെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പുരോഗമനത്തിൻ്റെ കൊട്ടേഷൻ എടുത്തത് ഇവിടുത്തെ CPM അല്ലെങ്കിൽ DYFI SFI ഒന്നുമല്ല. ഭാരതത്തിലെ ഓരോ പൗരനും ഇന്നല്ലെങ്കിൽ നാളെ ശ്രേഷ്ഠ ഭാരതം, സ്വർണിമ ഭാരതം എന്നുള്ളത് സ്വപ്നം കാണണം. അത് ചെയ്തേ പറ്റൂ. ഒന്ന്. രണ്ടാമത്, ഇന്നിപ്പോൾ സ്വർണിമ ഇസ്രായേൽ അല്ലെങ്കിൽ ശ്രേഷ്ഠ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇന്ന് സത്യത്തിൽ നമ്മൾ കുറച്ച് താമസിച്ചു പോയി ഇസ്രായേലിനെ കുറിച്ച് മനസ്സിലാക്കാൻ. ഇന്നും സുദർശന ചക്രമാണ് അവരുടെ ഫ്ലാഗിലുള്ളത്. അവർ ഇന്ത്യയെക്കുറിച്ച് പ്രകീർത്തിക്കുന്നതും ഇന്ത്യക്ക് വേണ്ടിയുള്ള സഹായകരമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. കാർഗിൽ വാറിലും പിന്നെയുള്ള ഓരോന്നിലും, മിലിറ്ററി ഇൻ്റലിജൻസ് ആണെങ്കിലും എല്ലാം. അപ്പം പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ.
നമ്മുടെ രാജ്യം പുരോഗമനപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാർ നന്നായി പറ്റും. എൻ്റെ പേര് പ്രദീപ് എന്നാണ്, പ്രദീപ് ജി നായർ, എറണാകുളത്താണ്. ഞാനൊരു എക്സ് സർവീസ് എഞ്ചിനീയറാണ്. ഇന്ത്യൻ നേവിയിൽ 16 വർഷം ലോങ് സർവീസ് കഴിഞ്ഞ് വന്നതാണ്.